ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സാധാരണ പിസ്സ അല്ല കേട്ടോ, ഇത് റവ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പിസ്സയാണ്. അതുകൊണ്ട് തന്നെ മൈദ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, ഈസ്റ്റ് അങ്ങനെയൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പിസ്സയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള റവയാണ് ചേർക്കുന്നത്. ഇത് കടയിൽ നിന്നൊക്കെ പാക്കറ്റിൽ മേടിക്കുന്ന അതേ റവ തന്നെയാണ്. കണ്ടോ, തരിതരികളുള്ള റവ തന്നെയാണ്. ഇത് പൊടിക്കോ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഇതാ 1 കപ്പോളമുള്ള റവ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 1/2 കപ്പോളം ഉള്ള തൈര്, ഇത് അല്പം പുളി കൂടിയ തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് 1/2 കപ്പ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് പുളി കുറവുള്ള തൈരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1/2 കപ്പിന് പകരം നിങ്ങൾക്ക് ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ യൂസ് ചെയ്യാം. അപ്പോൾ പുളി ഒത്തിരി ഉള്ളത് ആണെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കുക, പുളി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനൊക്കെ പുളി ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാനപ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു സെമി തിക്കായിട്ടുള്ളത് കേട്ടോ, അതായത് ഒത്തിരി തിക്കായിട്ട് വരണ്ട, അത്യാവശ്യം ഒരു കട്ടി വേണം, ആ ഒരു രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല, നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ നമ്മൾ. അതുകൊണ്ട് ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിക്കുക. എല്ലാ വെള്ളം കൂടെ ആദ്യമേ ഒഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ ലൂസ് ബാറ്റർ ആവണ്ട. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഒത്തിരി വെള്ളമല്ല, അന്ന് അത്യാവശ്യം ഇതൊന്ന് എന്താ പറയുക, ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിരിക്കണം, ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം. കാരണം നമ്മൾ ഇതിനകത്തിട്ട റവ എല്ലാം ഈ തൈരും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ നന്നായി കുതിർന്ന് കിട്ടും നമുക്ക്. ഇപ്പോൾ ഓരോ റവയുടെ പീസിലൊക്കെ നമുക്ക് തൈരിൻ്റെ ഒരു പുളിപ്പ് വരും. അപ്പോൾ അതിന് വേണ്ടി 10 മിനിറ്റ് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആ നേരം നമുക്കൊരു പിസ്സയുടെ സോസ് തയ്യാറാക്കണം. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടി വലിയ വില കൂടിയ പിസ്സ സോസ് ഒന്നും മേടിക്കേണ്ട, കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല സൂപ്പർ രുചിയുള്ള പിസ്സ സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഞാൻ 1 ടീസ്പൂണോളം ഉള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ നിങ്ങൾക്ക് 1 ടീസ്പൂൺ എന്നുള്ളത് ഒരു 1.5-2 ടീസ്പൂൺ വരെയൊക്കെ ആവാം കേട്ടോ. ബട്ടർ കൂടുന്തോറും അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഉള്ള വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 1 വെളുത്തുള്ളിയാണ് എടുത്തിരുന്നത്. 1 വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ 1 അല്ലി വെളുത്തുള്ളി, അത് അല്പം വലിപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. അപ്പോൾ ഇച്ചിരി വലിപ്പം കുറഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 അല്ലി വെളുത്തുള്ളി എടുക്കണം. എന്നിട്ട് ചെറുതായിട്ട്, എത്രയോ ചെറുതാക്കാൻ പറ്റുന്ന അത്രയും ചെറുതാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. നമുക്കിത് ഈ ഒരു വെളുത്തുള്ളി കരിച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് അതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇനി അതിനകത്തോട്ട് ഞാൻ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പിസ്സ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒറിഗാനോ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ മിക്സഡ് ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഒറിഗാനോ ഉള്ളവർക്ക് ഇതുപോലെ ഒരു 2 നുള്ളോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അതൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പൊടി കിട്ടും. അപ്പോൾ ഇതും ഞാൻ ഏകദേശം ഒരു 2-3 നുള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ എരിവിന് ഇഷ്ടം അനുസരിച്ച്. ഇനിയിപ്പോൾ ഒറിഗാനോ ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട, അതിന് പകരം ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തെന്നാൽ നമുക്ക് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും, അടുത്തൊക്കെ എത്തും അതിൻ്റെ. അപ്പോൾ ഇതാ ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂണോളം ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പിസ്സ സോസിനൊക്കെ എപ്പോഴും ഇച്ചിരി ഒരു മധുരം കാണും, അപ്പോൾ ആ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ അന്നേരം ഈ ടൊമാറ്റോ സോസിൻ്റെ പുളി ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആ ഒരു പഞ്ചസാര ചേർത്തത്.
അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള പാല്, ഇത് തിളപ്പിച്ചിട്ടുള്ള പാലാണ്, ചൂടാറിയിട്ടുള്ള പാല്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ പാല് നമ്മൾ ചേർക്കാൻ കാരണം ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ടൊമാറ്റോ കെച്ചപ്പിനകത്ത് ഇച്ചിരി അസിഡിറ്റി ഉള്ളതുകൊണ്ട് കുറച്ചൊരു അസിഡിക്കാണ് അത്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതാ ഒരു മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റാം. ഇതാ ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ പിസ്സ സോസ് എന്ത് ഭംഗിയിലാണ് വന്നിരിക്കുന്നത്, നല്ല കളറും അല്ലേ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. നമ്മുടെ റവ ഒക്കെ നമ്മൾ മുക്കി വെച്ചത് ഇതാ വെള്ളമൊക്കെ കുടിച്ച് ഇതിനകത്തുള്ള റവ വെള്ളം മുഴുവൻ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം അത്രയും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. നമുക്ക് ആ ഒരു റവ അത്രയും വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ തൈരൊക്കെ അതിലിങ്ങനെ ഊർന്നു വരുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ആദ്യം ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചൂടുവെള്ളം അതൊക്കെ ഒന്നുമല്ല, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒന്നും കൂടെ ഇതൊന്ന് ആക്കിയെടുക്കുകയാണ്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാനത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഒത്തിരി ലൂസ് ആവരുത്, ഒത്തിരി ടൈറ്റും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയാണ്. നമുക്കത് കോരി ഒഴിക്കാൻ പറ്റണം. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിസ്സയുടെ ബേസ് കറക്റ്റായി കിട്ടത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു പരുവം, കണ്ടോ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഒഴുകി കിടക്കാൻ പാടില്ല കേട്ടോ, അത് ഞാൻ എടുത്ത് പറയുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായി വരത്തില്ല. ഇനി നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പിസ്സ ബേസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അല്പം എണ്ണ ഞാൻ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഒന്നില്ലെങ്കിൽ ഒലീവ് ഓയിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഒരിക്കലും നമ്മുടെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് വെള്ളം ഇച്ചിരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാം. ഞാനൊരു ഒരു 3-4 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ട് ഞാനൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കുറച്ചും കൂടെ തിക്കായി വന്നത്. കാരണം ഞാൻ അല്പം ഒന്ന് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പം അന്നേരത്തേക്ക് ഒന്നും കൂടെ അത് വെള്ളം കുടിച്ചായിരുന്നു, അത് ആകെ അങ്ങ് കുതിർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത വെള്ളം. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഒത്തിരി പരത്തി കൊടുക്കരുത്. ജസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന തവി ഒരു 2 കുഴിയാണ് ഞാൻ എടുത്തിട്ട് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് പരത്തരുത്, അന്നേരം ഒത്തിരി ലൈറ്റായി പോകും. നമ്മളിതൊന്ന് ഒരു തവി വെച്ച് കോരി എടുക്കുമ്പോഴത്തേക്കും ഇത് ചിലപ്പോൾ നടുവൊക്കെ ഒടിഞ്ഞു പോകും, ഇതിൻ്റെ 2ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇത്രയും ഒരു കട്ടിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ പുറക്കൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഒരു എന്തൊക്കെയാണ് ഞാൻ എടുത്ത വെജിറ്റബിൾസ് എന്ന് കാണിക്കാം. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് 2 നിറത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ചീസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റും ചേർക്കാം കേട്ടോ. അതുപോലെ ഒലീവ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒലീവ് ചേർക്കാം. അപ്പോൾ അതവിടെ അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇനിയാണ് നമ്മളിതൊരു പിസ്സ പോലെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനാദ്യം ചെയ്യാനുള്ളത് നമ്മുടെ പിസ്സ സോസ് ആണ്. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തൂവി കൊടുക്കണം. അപ്പോൾ തൂവി കൊടുക്കാൻ തന്നെ തേച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണൊക്കെ കൂടുതൽ സോസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ അതാ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ പിസ്സ സോസൊക്കെ നന്നായിട്ട് ഞാനൊന്ന് പരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ചീസ് കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വലിയവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു 2 കളറിലുള്ള ക്യാപ്സിക്കും അതുപോലെ തന്നെ ഓണിയനും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം. ഇനി അടുത്തത് ഞാൻ അത്യാവശ്യം പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ അല്പം ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഒറിഗാനോ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഈ പറഞ്ഞ പോലെ സീസണിങ് ചേർക്കാം. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു ഇറ്റാലിയൻ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണെങ്കിലും ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കാം. അപ്പോൾ ഇനി അല്പം ചീസും കൂടെ ഒന്ന് ടോപ്പിങ്ങിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം അത് നമുക്ക് ആ ചീസ് ഒന്ന് മെൽറ്റായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു 2 മിനിറ്റിന് താഴെയുള്ള ഒരു സമയത്താണ് ഇത് ചീസൊക്കെ മെൽറ്റായി വന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റായി, ഒരു മീഡിയം ലോ ഫ്ലെയിമിലായിരുന്നു. ഇതാ നമ്മുടെ പിസ്സ, നല്ല സൂപ്പർ പിസ്സ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ മണം ഒക്കെ ഇപ്പോഴേ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ലൊരു നമുക്ക് ആ ഒരു പിസ്സയുടെ ഒരു ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമല്ലേ, അപ്പോൾ ആ മണം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം ഞാനിത് അതിന് മുന്നൊന്ന് ക്ലോസപ്പായിട്ട് കാണിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാ നല്ല കളർഫുൾ ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ. നിങ്ങൾ കൂടുതൽ കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല ഭംഗിയുള്ള ക്യാപ്സിക്കത്തിൽ തന്നെ മഞ്ഞ കളറുണ്ട്, പിന്നെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ഭംഗിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ പിസ്സ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പിസ്സ കട്ടർ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഇതാ അങ്ങനെ നമ്മുടെ റവ പിസ്സ ഇവിടെ റെഡിയാണ്. നല്ല സ്വാദുള്ളൊരു പിസ്സയാണ് കേട്ടോ. ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കിത് റവ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. അപ്പോൾ അത്രയും സ്വാദാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ ഇതിന് മുൻപ് ഗോതമ്പ് കൊണ്ടുള്ള പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതേപോലെ തന്നെ അത്രയും രുചിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറമെ ഞാൻ കാണിക്കാൻ കണ്ടോ, നന്നായിട്ട് തന്നെ നല്ല അത്യാവശ്യം ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണിത്. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ പിസ്സ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ റവ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതിന് വേണ്ടി ക്യാപ്സിക്കം ഒന്നും വേണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ സവോള ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഉണ്ടെങ്കിലൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി പിസ്സ എന്ന് പറയുമ്പോൾ മൈദ, അതുപോലെ ഓവൻ വേണം, ഈസ്റ്റ് ഇടണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.